ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട 20 മാർച്ച് 2024 പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്പർശിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. ജൂൺ 2024 ഇത് ചെയ്യാത്ത പക്ഷം പെൻഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. 2006 മുൻപ് വിരമിച്ച ഹോണററി നായബ് സുബേദാർ റാങ്ക് ലഭിച്ചവർക്ക് സന്തോഷ വാർത്ത ഉടൻ പ്രതീക്ഷിക്കാം. ECHS കാർഡ് ഹോൾഡേഴ്സിന് ആധാർ ഓതൻറ്റിക്കേഷൻ സർവീസ് സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. സ്പർശിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. സ്പർശിൽ മൈഗ്രേറ്റ് ആയ എല്ലാ പെൻഷനേഴ്സിനും മാർച്ച് മാസത്തെ പെൻഷൻ ലഭിക്കും. നവംബർ 2023 മുതൽ മാർച്ച് 2024 വരെ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടിയിരുന്നവരിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കാത്തവർക്കും മാർച്ചിലെ പെൻഷൻ ലഭിക്കും. അതോടൊപ്പം ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട സമയം ജൂൺ 2024 വരെ നീട്ടിയിരിക്കുന്നു. അതായത് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കാത്തവർക്കും ജൂൺ 2024 വരെ പെൻഷൻ ഉറപ്പായും ലഭിക്കുക തന്നെ ചെയ്യും. എങ്കിലും ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഡിംഗായി ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാൻ ശ്രമിക്കേണ്ടതാണ്. 2006 മുൻപ് വിരമിച്ച ഹോണററി നായബ് സുബേദാർ റാങ്ക് ലഭിച്ച പെൻഷനേഴ്സിന് ഇപ്പോൾ നായബ് സുബേദാറിൻ്റെ പെൻഷൻ ലഭിക്കുന്നില്ല. എന്നാൽ ഇത് 2006 ശേഷം വിരമിച്ചവർക്ക് ലഭിക്കുന്നുമുണ്ട്. ഇത് സംബന്ധിച്ച് AFT ഡൽഹിയിൽ നടക്കുന്ന കേസിൽ വാദം പൂർത്തിയായിരിക്കുന്നു. ഈ കേസിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഈ ആഴ്ച തന്നെ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ECHS കാർഡുള്ള വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിയാൻ. ECHS സേവനങ്ങളുടെ ദുരുപയോഗം തടയുന്നതിന് ആധാർ ഓതൻറ്റിക്കേഷൻ സേവനങ്ങൾ ഘട്ടം ഘട്ടമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. 2 ഘട്ടങ്ങളായാണ് ഈ സേവനങ്ങൾ നടപ്പിലാക്കുക. ഇതിൻ്റെ ഫേസ് 1 താഴെ പറയുന്ന സേവനങ്ങൾ നടപ്പിലാക്കും. ഒന്നാമതായി, നിലവിലുള്ള എല്ലാ ECHS ഗുണഭോക്താക്കളുടെയും പുതിയ ECHS അപേക്ഷകരുടെയും ആധാർ ഓതൻറ്റിക്കേഷൻ നടപ്പിലാക്കും. രണ്ടാമതായി, ECHS എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ OPD IPD സേവനങ്ങൾ ലഭിക്കുന്നതിനും ബിൽ പ്രോസസ്സിംഗ് ഏജൻസികൾ ക്ലെയിമുകൾ പ്രോസസ്സ് ചെയ്യുന്നതിനും ECHS ഗുണഭോക്താക്കളുടെ ആധാർ ഓതൻറ്റിക്കേഷൻ നടത്തേണ്ടതാണ്. ഇതിൻ്റെ ഫേസ് 2 അതായത് ഫേസ് 1 മുകളിൽ പറഞ്ഞ സേവനങ്ങൾ വിജയകരമായി പൂർത്തിയായാൽ രണ്ടാം ഘട്ട സേവനങ്ങൾ നടപ്പിലാക്കും. അതായത് ഫേസ് 2 നടപ്പിലാക്കും. അതിൽ ഒന്നാമത്തേത്, ECHS പോളി ക്ലിനിക്കുകളിൽ പോകുന്ന ECHS ഗുണഭോക്താക്കളുടെ ആധാർ ഓതൻറ്റിക്കേഷൻ പോളി ക്ലിനിക്കും നടപ്പിലാക്കും. രണ്ടാമതായി, ECHS എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ പ്രവേശിക്കപ്പെട്ട എല്ലാ ECHS ഗുണഭോക്താക്കളുടെയും 24 മണിക്കൂറിൽ ഒരിക്കൽ കൂടി ആധാർ ഓതൻറ്റിക്കേഷൻ നടത്തുന്നതാണ്. അതായത് ECHS എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 24 മണിക്കൂറിനുള്ളിൽ അഡ്മിറ്റായ രോഗിയുടെ ആധാർ ഓതൻറ്റിക്കേഷൻ ഒരിക്കൽ കൂടി നടപ്പിലാക്കുന്നതാണ്. ഇത് ഫേസ് 2 ഈ പ്രോസസ്സ് നടക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.